ഹലോ ഗൈസ്, ഞങ്ങളിതായി മഞ്ഞക്കോട്ടൊക്കെ ഇട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാവോ? ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയ ഒരു ചായ കുടിച്ചാലോ. അതെ, 100 രൂപ പെട്രോൾ കത്തിച്ച് 150 രൂപയുടെ ചായ കുടിക്കാൻ പോയ കഥയായി പറയുന്നത്. നല്ല മഴയായിരുന്നു ഇവിടുന്ന് പോയപ്പോഴത്തേക്കും. വേറെ എങ്ങോട്ടും അല്ല പോകുന്നത്, നമ്മുടെ തണ്ണീർമുക്കം ബണ്ടിലേക്കാണ്. പെട്ടെന്ന് അങ്ങനെ ചില ഓരോരോ വട്ടുകൾ തോന്നും. അപ്പം നേരെ അങ്ങ് വണ്ടി എടുത്ത് പോകും. ഒന്നും നോക്കുന്നില്ല, മഴയോ വെയിലോ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ലക്ഷ്യം ചായ. അതുതന്നെ ലക്ഷ്യം വെച്ച് ഞങ്ങളിതാ ബണ്ട് കയറി. ബണ്ടിലെത്തിയിട്ടുണ്ട്. നല്ല മഴ പെയ്തതുകൊണ്ട് കൂട്ടിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പം മഴയൊക്കെ മാറി, അന്തരീക്ഷം ഏകദേശം ഒരു തെളിഞ്ഞ ഒരു മട്ടായി. ഞങ്ങളിങ്ങനെ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം ചായയാണല്ലോ, അത് കിട്ടുന്നവരെ ഞങ്ങളിങ്ങനെ ഓടും. ശരിക്കും പറഞ്ഞാൽ ഒരേ വട്ടുള്ള 2 പേര് കൂടി എങ്ങനെ ഇരിക്കും? അതാ ഇപ്പം ഞങ്ങളുടെ അവസ്ഥ. ഒറ്റ തീരുമാനം, ഒറ്റ മൈൻഡ്, വേറെ ഒന്നും ആലോചിക്കുന്നില്ല, നേരെ അങ്ങ് പോവുക. ഇതിപ്പോൾ ഒരു മഞ്ഞക്കോട്ടിട്ട് ഒരാൾ പോയില്ലേ, അവനെ പിടിയിടാന്നുള്ള മട്ടിലാണ് ഞങ്ങൾ വെച്ച് പിടിച്ചത്. ഇതാ നോക്കും, നല്ല തിരക്കായിരുന്നു, സൺഡേ ആയതുകൊണ്ട്. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തു, കുറച്ച് ഷോയൊക്കെ കാണിച്ചു, ആ കോട്ടൊക്കെ മാറി നേരെ അങ്ങ് ഇറങ്ങി. ഞങ്ങൾ പോകുന്നത് ഓൾഡ് സ്കൂൾ ടീ എന്ന് പറഞ്ഞ് കാണുന്നൊരു ഷോപ്പിലേക്കാണ്. ഒരു ചെറിയൊരു ചായക്കട. അവിടെ ചെന്ന് ഞങ്ങൾ 2 ചായ പറഞ്ഞു. അവർ പറഞ്ഞു ചായ ഇല്ലയെന്ന്. പിന്നെ എന്ത് ചെയ്യാൻ, അവിടെ ഉള്ളത് വാങ്ങി കുടിക്കാമല്ലോ എന്ന് കരുതി. അവിടെ നിന്ന് ഞങ്ങൾ സ്പെഷ്യൽ ഡിസൈനൊക്കെ ചെയ്തൊരു ചായ ആ പയ്യൻ തന്നു. അത് വാങ്ങിച്ച് കുടിച്ച് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുടിക്കുന്നുണ്ട്. അടിപൊളി ചായ ആയിരുന്നു ഗൈസ്, ഒന്നും പറയാനില്ല. ഇതെന്താ പറയുന്നതിൻ്റെ ഫ്ലേവർ, എന്തോ വാനില, എന്തോ ക്യാരമലൈസ്ഡ് ചായ എന്നൊക്കെ പറഞ്ഞൊരു കോഫിയാണ് തന്നത്. ചായ കുടിച്ച് ഞങ്ങൾ നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ വൈബിലങ്ങ് ഇരുന്ന് എൻജോയ് ചെയ്യുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കേണ്ട സമയമായപ്പോഴത്തേക്കും എത്രയായി ചായക്ക്? നമ്മൾ സാധാരണ കരുതുന്ന ആ ഒരു റേറ്റിനെ കവിഞ്ഞ് നമ്മൾ വിചാരിച്ചില്ല. എന്നാലും 2 പേര് ചായ കുടിച്ചപ്പോൾ 240 രൂപയായി ഗൈസ്. എന്ത് പറയാനാ, ചായ ഭ്രാന്ത് പിടിച്ച 2 പേരുടെ കാര്യം. അങ്ങനെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് അവിടുന്ന് ഞങ്ങൾ തിരിക്കുകയാണ്. പിന്നെ എന്തായാലും അവിടെ വരെ പോയതല്ലേ, കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് കരുതി. ഇതാ കിടക്കുന്നു സ്പീഡ് ബോട്ട്. വേണ്ട, പേടിയാണ് കയറാൻ, അതുകൊണ്ട് കയറിയില്ല. നേരെ ഞങ്ങൾ തിരിച്ചു പോരുക ചെയ്തത്. പിന്നെ സ്ഥിരം പതിവ് തന്നെ കുറേ ഫോട്ടോയ്ക്ക് അങ്ങ് ഷൂട്ട് ചെയ്തങ്ങ് നിന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.